കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ പ്രയാസമാണെന്ന് പറയും. ഇതിൽ ആയുധത്തിനേക്കാളും ശക്തിയുണ്ട് വാക്കിന്. ഇത് തെളിയിച്ച ഒരു മഹത് വ്യക്തിയാണ് ഇന്ന് നമുക്ക് അതിഥിയായി കിട്ടിയിരിക്കുന്നത്. ഏറ്റവും ബഹുമാനത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ. നമസ്കാരം അച്ഛാ. വളരെയധികം സന്തോഷം നേരിട്ട് കാണാൻ സാധിച്ചതിൽ. ഒരുപാട് സോഷ്യൽ മീഡിയയിലൂടെ താങ്കളെ കണ്ടിട്ടുണ്ട്. വാക്കുകൾക്ക് ഒരുപാട് ശക്തിയുണ്ട് ജീവിതത്തിൽ എന്ന് തെളിയിച്ച വ്യക്തിയാണ് താങ്കൾ. അപ്പൊ ആദ്യം തന്നെ ചോദിക്കട്ടെ, ഈ വൈദിക ജീവിതത്തിലേക്കുള്ള കടന്നുവരവ് എങ്ങനെയായിരുന്നു? ജീവിതത്തിൽ ഒരു വെല്ലുവിളി പോലെ തോന്നിയ ഒരു കാലഘട്ടം. ഒരു വശത്ത് രാഷ്ട്രീയക്കാരന്റെ വേഷം, മറുവശത്ത് ഒരു പുരോഹിതന്റെ വസ്ത്രം. അങ്ങനെ ഒരു വടംവലി ഉള്ളിൽ നടന്നപ്പം രാഷ്ട്രീയത്തിന്റെ കുപ്പായത്തേക്കാൾ പുരോഹിതന്റെ വസ്ത്രത്തിന് കൂടുതൽ ഒരു വീട്ടില് പിന്നെ ആരൊക്കെയുണ്ട്? അപ്പനും അമ്മയും മരിച്ചു. ഒരു ജ്യേഷ്ഠനേ ഉള്ളൂ. ജ്യേഷ്ഠന് 3 മക്കളുണ്ട്. അച്ഛൻ കുവൈറ്റിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ഏകദേശം ഒരു 16 ലക്ഷത്തിലധികം ആൾക്കാർ അത് കണ്ടിട്ടുണ്ട്, യൂട്യൂബിലൂടെ കണ്ടിട്ടുണ്ട്. അതൊന്ന്, ആ ഒരു പ്രഭാഷണത്തെ കുറിച്ച് എന്താണ് അച്ഛൻ ഇപ്പൊ പറയാനുള്ളത്? വിവാഹത്തെ കുറിച്ചായിരുന്നു. വിവാഹം എന്ന് പറഞ്ഞാൽ പിള്ളകളിയല്ല, കളിതമാശല്ല, വിശേഷ വിധത്തിൽ വഹിക്കാനുള്ളത് വിവാഹം. അതായിരുന്നു വ്യാഖ്യാനം. ദാമ്പത്യം എന്ന് പറഞ്ഞാൽ ദാനം ചെയ്യുക, പഥ്യം ഒരുമിച്ച് സഹിക്കുക. അപ്പം ശരീരവും മനസ്സും ആത്മാവും ദാനം ചെയ്യുകയും വേണം. ദൈവം തരുന്ന ചില സഹനങ്ങളും നമ്പരങ്ങളുണ്ട്, അതൊരുമിച്ച് സഹിക്കുകയും വേണം. അതുകൊണ്ടാണ് കുടുംബം. കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം, കൂടുമ്പോൾ ഇമ്പമില്ലെങ്കിൽ ഭൂകമ്പം എന്നാണ് പറയുന്നത്. എന്ന് പറയും, ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാം, ഒരുമയില്ലെങ്കിൽ ഒലക്കമേലേ കിടക്കും. അതാണ് ദാമ്പത്യ ജീവിതം. ഇതായിരുന്നു അവിടെ നിന്ന് ആവിഷ്കരിച്ചതും പങ്കുവച്ചതുമായ ചിന്തകള്. പിന്നെ ഫാമിലി എന്ന് പറയുമ്പം അതിന്റെ അക്ഷരങ്ങൾ വികസിപ്പിക്കുമ്പോൾ ഫാദർ ആൻഡ് മദർ, ഐ ലവ് യു, അതാണ് ഫാമിലി. ഈ കൗൺസിലിങ്ങിനെ പറ്റി പറഞ്ഞപ്പോഴാണ് പല വിധത്തിലുള്ള ആളുകളായിരിക്കും അച്ഛൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അപ്പൊ അവരെ ഒന്ന് കൺവിൻസ് ചെയ്യിപ്പിച്ചെടുക്കാൻ അച്ഛൻ പല തമാശകളും പല സിറ്റുവേഷൻസിലും പറഞ്ഞിട്ടുണ്ടാവും. അത് എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യണേ അച്ഛൻ? അവരോട് പറയും, ദമ്പതിമാരോടൊക്കെ പറയും, ഭാര്യാഭർത്തൃബന്ധം എന്ന് പറഞ്ഞാൽ ഭർത്താവ് ശിരസാണ്, ഭാര്യ പെടലിയാണ്. പക്ഷേ ഒരിക്കൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെടലി അങ്ങനെ തിരിയുവോ, അങ്ങനെ തലയ്ക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അതാണ് സാധാരണ പറയാറുള്ള കാര്യം. അതായത് ഭാര്യ എങ്ങോട്ട് തിരിയും അതിനനുസരിച്ച് ഭർത്താവ്. അപ്പം എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും അവസാന വാക്ക് അവളുടേതാണ്. ഭർത്താവ് പറഞ്ഞിങ്ങനെ, വീട്ടിലെ എന്ത് കാര്യവും എൻ്റെ ഭാര്യ തീരുമാനിക്കും. ഏത് വണ്ടി വേണം, പാല് വേണം, വെള്ളം വേണം, വീടിന്റെ ഷേപ്പ് വേണം എന്നൊക്കെ. പക്ഷെ എന്നാലും വെച്ചാ അവസാന വാക്ക് എൻ്റെതാണ്. എന്നാ പറഞ്ഞു ചോദിച്ചു, അവൾ എന്ത് പറഞ്ഞാലും അവസാനം ഞാൻ പറയും അങ്ങനെ തന്നെ ആകട്ടെ. കൂടുതൽ പ്രായമുള്ളവരോട് അച്ഛൻ എങ്ങനെയാ സംസാരിക്കുന്നത്? വാർദ്ധക്യത്തിലുള്ളവർ അവരോട് പറയും, നമ്മുടെ ജീവിതത്തിന്റെ മനുഷ്യന് പല പല കാലങ്ങളുണ്ട്. ആ കാലങ്ങളിൽ ഇപ്പം കളിച്ചു നടക്കുന്നൊരു കാലമുണ്ട്, കൊച്ചു പിള്ളേരാകുമ്പം കുളിച്ചു നടക്കുന്ന കാലമുണ്ട്. 1 വയസ്സ് മുതൽ 10 വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം കുളിച്ചുകൊണ്ടിരിക്കുക. 10 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 20 വരെ കളിച്ചുകൊണ്ടിരിക്കുക. 20 കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. 30കളൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ പറയും, എല്ലാവരും കേട്ടാൽ മതി ആ ചിന്ത. 40കളിലും 50കളിലും വീണ്ടും വിചാരം വരും. 60കളാകുമ്പം ചൊറിഞ്ഞ വർത്താനം പറയാൻ തുടങ്ങുന്ന 60 വയസ്സിൽ മുകളിൽ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? 60 കഴിയും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അച്ഛന്റെ ഭാഷയിൽ പറഞ്ഞ 60 കഴിയുമ്പോഴത്തേക്ക് മക്കളോടും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല പലതും, ചുമ്മാ അങ്ങ് പറയും. അത് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല, ബഹളമാവും. ഒരു 70-80 ആകുമ്പോഴത്തേന് ചുമ്മാ ചിരിക്കാൻ തുടങ്ങും. കാരണം നമ്മൾ പറഞ്ഞാലും കേൾക്കുകയെന്നറിയാം. എല്ലാം കാണുക, ചിരിക്കുക, പോയി കുത്തിയിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു 60കൾക്ക് ശേഷം വരുമ്പം ഒരു കാര്യം ഓർക്കാനുള്ളത്, ചൊറിഞ്ഞ വർത്താനം ശ്രദ്ധിക്കണമെന്നും അപ്പം അല്പം കൂടെയൊക്കെ സ്നേഹത്തോടെ ഇരുന്നില്ലെങ്കിൽ മക്കളും കൊച്ചുമക്കളും അംഗീകരിക്കാൻ സാധ്യതയില്ലെന്നും അല്പം കൂടെ കരുതലുണ്ടായിരിക്കണമെന്നൊക്കെ ആ പ്രായത്തിലുള്ളവരോട് പറഞ്ഞു കൊടുക്കും. ഇപ്പം മനുഷ്യന്റെ ജീവിതത്തിൽ ആണുങ്ങളാണെങ്കിൽ അവർക്ക് 5 കാലങ്ങളുണ്ടെന്നാണ് പറയുക. അവരെക്കുറിച്ച് പറയുന്നത്, ആണുങ്ങളെ സംബന്ധിച്ച് ഒറ്റയ്ക്ക് ജോലിയും ചെറുപ്പമൊക്കെ ആയിട്ട് മോട്ടോർ സൈക്കിളിൽ നടക്കുമ്പം അവൻ ആരാന്ന് വെച്ചാൽ അവൻ സ്പൈഡർമാനാണ്.
സ്പൈഡർമാന്റെ കാലഘട്ടമാണ്. ഇവിടെ കുറെ സ്പൈഡർമാൻസ് ഉണ്ട്. ഒരു പെണ്ണിനെ പ്രേമിച്ചു തുടങ്ങിയാൽ പിന്നെ അവന് സൂപ്പർമാനാണ്. കാരണം അവിടെ താല്പര്യവും ഇഷ്ടങ്ങളൊക്കെ തരുന്നു. സൂപ്പർമാനാ. ഒരിക്കൽ അവളുമായിട്ട് കല്യാണത്തിന് എഗ്രിമെന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവൻ ജെന്റിൽമാനാണ്. നല്ല ഇമ്പ്രഷൻ കിട്ടണം. പക്ഷെ ഒരിക്കൽ കല്യാണം കഴിച്ചാൽ പിന്നെ അവൻ വാച്ച്മാനാണ്. അവനെ നോക്കിക്കൊണ്ടിരിക്കണം. 2 മക്കളായ പിന്നെ പിള്ളേരുടെ പുറകെ ഓടുന്ന ഡോബർമാനായിട്ട്. അപ്പൊ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എല്ലാ കാലവും സ്പൈഡർമാനാകാൻ പറ്റിയല്ല മോനെ, നിനക്കും ഉണ്ട് ഒരു ഡോബർമാന്റെ കാലം. അത് ഓർത്തോണം. ഇതേ പറയാൻ പറ്റത്തുള്ളൂ. കലാന്തകൻ തന്റെ ബാലവെടിഞ്ഞോടിവാ പടിവേലവാ നീലമയിലേറിവാ. അയ്യോ വീഴും. ഇതൊന്നും അത്ര നല്ലതല്ല. മണം കിട്ടിയില്ലേ അച്ഛോ? എനിക്കും അറിയാം നല്ലതല്ലെന്ന്. 150 രൂപയ്ക്ക് പട്ടിയുടെ മുഖമുള്ള സാധനം കിട്ടുള്ളൂ. അമ്മേ 500 രൂപയുടെ നല്ല സാധനം. നല്ല ചെത്തായുള്ള എന്നാ ഇത്? തലയിൽ ചിന്ന ഇങ്ങോട്ട് തിരിഞ്ഞേ. ചുമ്മാടോ ചുമ്മാട് പറഞ്ഞെന്താ അച്ഛാ? അല്ല എന്താ പ്രശ്നം? ഒന്നുമില്ല. അച്ഛനെ കാണാം. അച്ഛാ നമസ്കാരം. ഇപ്പോഴാണ് ഈശംസിയായി സ്തുതിയായി എപ്പോഴും പിന്നെ അച്ഛാ, അച്ഛനെ എൻ്റെ വീട്ടിലേക്കൊന്ന് വരണം. അച്ഛനെ വിളിക്കാൻ വേണ്ടി വന്ന അച്ഛൻ വീട്ടിൽ വരണം. ഒന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ വീട്ടിൽ മൊത്തം പ്രശ്നമാണ്. ഒന്ന് വന്ന് അച്ഛൻ പ്രാർത്ഥിച്ച ഓക്കെ പ്രശ്നം മാറും. എനിക്കറിയാം അച്ഛൻ വരണം. അല്ല അച്ഛ, അത് നല്ലൊരു കാര്യമാണ്. നല്ല കാര്യമാണ്. പ്രാർത്ഥിക്കാൻ വേണ്ടിട്ടാ ചെല്ലാൻ പറയണം. അപ്പൊ അച്ഛന് പ്രാർത്ഥിക്കണം അച്ഛാ. എനിക്ക് പ്രശ്നമായിട്ടാ. കുടി നിർത്താൻ വേണ്ടിട്ടാണോ? കുടി നിർത്താനൊന്നുമല്ല. എൻ്റെ വീട്ടിലെ ബന്ധുക്കൾ ഈ ഓണമായപ്പോഴത്തേനും ബന്ധുക്കൾ മുഴുവൻ വന്നേക്കുന്നേ. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ബന്ധുക്കൾ വന്നേക്കാം. സന്തോഷമുള്ള കാര്യമല്ലേ? സന്തോഷമുള്ള കാര്യം. അത്തത്തിന് വന്നതാ. 10 ദിവസം ഓണമുള്ളൂ. 30-ാം തീയതി പോയിട്ടില്ലെന്ന്. അവിടെ അച്ഛൻ അവിടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ അച്ഛന്റെ പ്രാർത്ഥന കേൾക്കും. എല്ലാം ചിന്തിച്ച് പൊക്കോളും. ഈ ബന്ധുക്കള് മാത്രമായിട്ട് പ്രശ്നമുള്ളൂ? അയൽപ്പക്കക്കാരായിട്ട് പ്രശ്നം ഒന്നുമില്ലല്ലോ? അയൽവക്കക്കാരൊക്കെ ഞാൻ ശത്രുക്കളാക്കി വെച്ചേക്കാം. അതെന്താ അങ്ങനെ? അതറിയാൻ പാടില്ലേ? അകലെയുള്ള ബന്ധുക്കളെക്കാൾ നല്ലതാണ് അടുത്തുള്ള ശത്രുക്കൾ. അതുകൊണ്ട് ഒക്കെ ശത്രുക്കളാക്കി. അല്ല, മദ്യപാനത്തിന് ദോഷവശങ്ങളെ പറ്റിയിട്ടുള്ള കുറെ പ്രസംഗങ്ങൾ അച്ഛൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് അച്ഛൻ ഒന്ന് പ്രസംഗത്തിൽ താല്പര്യമില്ല. അച്ഛന്റെ ദോഷഫലങ്ങൾ അറിയണ്ടേ എനിക്ക്? കാരണം ഞാൻ അത് കേൾക്കാൻ വേണ്ടിയായി അങ്ങോട്ട് പോണത്. 2 പേരുടെ പ്രസംഗം കേൾക്കാനാ പോണേ. 2 അച്ഛന്മാരുടെ? 2 അച്ഛന്മാരല്ല, 2 അമ്മമാരുടെ. ഏത് പള്ളിയിലെ അമ്മമാര്? പള്ളിയിലെ അമ്മമാരല്ല. ഒന്ന് എന്റെ കൊച്ചിന്റെ അമ്മ, ഒന്ന് എന്റെ അമ്മ. വീട്ടിലേക്ക് കയറി ചെന്നാ മതി, അപ്പൊ തുടങ്ങും ഉപദേശവും പ്രസംഗവും. പിന്നെ എന്തിനാ? അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ മദ്യപാനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറയാ കഴുതകളെക്കാള് കഷ്ടാണ്. ഹലോ അല്ലെങ്കിൽ ഞാൻ പറയാം ഒരു കാര്യം പറയട്ടെ. ഞാൻ ഈ പറഞ്ഞതിന് ഉദാഹരണമാണ്. ഒരു പാത്രത്തിൽ വെള്ളവും മറ്റേ പാത്രത്തിൽ കള്ളും വെച്ചു കഴിഞ്ഞാൽ ഒരു കഴുത അത് കൂടെ പോവാണെങ്കിൽ അത് വെള്ളയെ കുടിക്കുള്ളൂ, മദ്യം കുടിക്കോ? പക്ഷെ മദ്യപാനികൾ അങ്ങനെയാണോ? അതിനെ കഴുത എന്ന് വിളിക്കുന്നത്. ഞാനൊക്കെ അറിഞ്ഞിട്ടല്ലോ, ആദ്യം ആ മദ്യം എടുത്തിട്ട് ഒറ്റ മിണുങ്ങാൻ മിണുങ്ങും. എന്നിട്ട് അതിന്റെ പുറകെ വിഷമം തീർക്കാച്ചിട്ട് വെള്ളവും കുടിക്കും. അച്ഛന്റെ പ്രസംഗം കേട്ടാ എന്റെ കുടുംബം ആകെ തകർന്നു പോയത്. അറിയോ? അച്ഛൻ ഒരു പ്രാവശ്യം പ്രസംഗിച്ചില്ല. നമ്മളെ കല്യാണം കഴിച്ച് കഴിയുമ്പോ ഈ പുടവ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് നമ്മളെ മണവാളിനും മണവാട്ടി എന്നിട്ട് അത് പറയുമ്പോ പറയണ്ടല്ലോ, നമ്മുടെ നീ ഉടുത്തില്ലേലും ഊട്ടില്ലേലും. ആ അച്ഛൻ അത് പറഞ്ഞ അന്ന് പോലും ഇവക്ക് ഊട്ടി പോണെന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തല തന്നെ. അങ്ങനെയാ മനസ്സിലായത്. അല്ല ശരിക്കും എന്താ അച്ഛൻ പറഞ്ഞു? ഊട്ടി പോണെന്നല്ലേ പറഞ്ഞു? അല്ല, എന്താ നീ ഉണ്ടില്ലെങ്കിലും നിന്റെ അവളെ ഊട്ടണം എന്നാണ്. അപ്പൊ അവള് ഊട്ടി പോണെന്നായിരിക്കും കേട്ടത്. അതാ സംഭവം. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ശരീരം നശിപ്പിക്കുന്ന ഈ സ്പിരിറ്റ് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ കഴിച്ച് കേറ്റാണ്ട് നല്ലത് എന്തെങ്കിലും കഴിച്ചൂടെ? ഗുണം ചെയ്യുന്ന എന്തെങ്കിലും കഴിച്ചൂടെ? ശരീരത്തിന് ഗുണമുള്ള സാധനം. ശരീരത്തിന് ഗുണമുള്ള സാധനമല്ലേ ഞാൻ കഴിക്കുന്നത്. ആ ശരീരത്തിന് പ്രധാനപ്പെട്ട സ്ഥലം അതാ തലയല്ലേ. തലയ്ക്ക് പിടിക്കാനല്ലേ ഞാൻ കഴിക്കണേ. എന്തൊക്കെയാണ് അങ്ങനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല.
അങ്ങനെ കുറ്റപ്പെടുന്നത് എന്തായാലും ഞാൻ എത്ര കള്ളുകൂടിയിലാണെങ്കിലും എത്ര അലമ്പാണെങ്കിലും ആ. ഈ കള്ളുകൂടിന്റെ മനസ്സിലുണ്ട് ചെറിയൊരു കലാഹൃദയം. ഞാനൊരു പാട്ടുകാരനാച്ചാ. ഐ എം എ സിംഗർ ഓഫ് ദി വേൾഡ്. ഓ മൈ ഗോഡ്. ഈ സിംഗർ ഓഫ് ദി വേൾഡ് പാട്ട് പാടുന്നാണോ പറയണേ? കലക്കും ഞാൻ. എന്നാ ഞങ്ങൾക്ക് ഒന്ന് കേൾക്കട്ടെ വേൾഡിന്റെ പാട്ട്. ഓ ഇങ്ങനെ നിങ്ങൾ കള്ളു കുടിക്കുമ്പോ ഉള്ളത്. കളിയാക്കുന്ന പോലെ കൊഞ്ഞണം കുത്തിയാത് എനിക്ക് അറിയാൻ പാടില്ല നിർത്ത്. സംഭവം എനിക്ക് ഞാൻ ഒരു പാട്ട് പാടാം. അച്ഛൻ ജസ്റ്റ് ഒന്ന് കേൾക്കാൻ പറ്റും? തീർച്ചയായിട്ടും. ചെറുതായിട്ടൊന്ന് കുറച്ച് പാടാവോ? കുറച്ച് അറിയാമെങ്കിൽ പാടാം. അറിയാവുന്ന സാധന, പഴയ സാധന. ഓക്കെ. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മമ്പഴം കാക്ക കൊത്തി പോയി. അയ്യോ കാക്കച്ചി കൊത്തി പോയി. കാത്തു കാത്തൊരു കരകരപ്പഴം കാക്ക കൊത്തി പോയി. അയ്യോ കാക്കച്ചി കൊത്തി പോയി. ഓ കാത്തിരുന്നൊരു കസ്തൂരി മമ്പഴം കാക്ക കൊത്തി പോയി. അയ്യോ കാക്കച്ചി കൊത്തി പോയി. കാത്തു കാത്തൊരു കരകരപ്പഴം കാക്ക കൊത്തി പോയി. അയ്യോ കാക്കച്ചി കൊത്തി പോയി. കാച്ചിക്കുറിക്കിയ മോഹത്തിൻ പാല്. മോഹത്തിൻ പാല്. മോഹത്തിൻ പാല്. മോഹത്തിൻ പാല്. ബാക്കി പാട് ശ്വാസം മുട്ടിട്ടാന്ന്. ചുമ്മാ പാല് പാല്. ഈ അച്ഛന് കുറച്ച് പാല് കൊടുത്തേ. അല്ല ശരി. സമ്മതിച്ചു, നിങ്ങളുടെ പാട്ടൊക്കെ നന്നായിട്ടുണ്ട്. കൈ എന്നേക്ക്. ആ. എന്ത് മനുഷ്യനാടോ നിങ്ങള്? മനുഷ്യനായതുകൊണ്ടാ ഇങ്ങനെ. മൃഗമായിരുന്നെങ്കിലോ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളിങ്ങനെ കള്ളുപിടിച്ച് നടക്കണ സമയത്ത് ചിലപ്പോ അറിഞ്ഞോ അറിയാതെയോ പല പാപങ്ങളും ചെയ്യാൻ സാധ്യതയുണ്ട്. പാവാണെങ്കിലും ചിലപ്പോ പാപം ചെയ്തിട്ടുണ്ടാവും. ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിൽ നിന്നൊക്കെ ഒന്നൊരു മോചനം കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ല കാര്യം ചെയ്തൂടെ? ഗുണം വരുന്ന എന്തെങ്കിലും കാര്യം ചെയ്തൂടെ? അല്ലേ അച്ഛാ? അതെന്തെങ്കിലും ദാനധർമ്മങ്ങളൊക്കെ ചെയ്താൽ പാപത്തിന് പരിഹാരം. അതിന്റെ ആവശ്യമില്ല അച്ഛാ. അച്ഛൻ പറയുന്നത് കേക്കൂ. ദാനധർമ്മം ചെയ്താൽ പാപങ്ങൾക്ക് പരിഹാരം. അതെ. ഇനിയിപ്പൊ അച്ഛൻ പറഞ്ഞിട്ട് കേട്ടില്ലെന്ന് വേണ്ട. നമ്മുടെ ഇപ്പൊ അച്ഛൻ ഞാനോട് ആദ്യം മദ്യപാനം നിർത്താൻ പറഞ്ഞില്ലേ? മദ്യപാനം നിർത്താൻ പറഞ്ഞു. ഞാൻ അച്ഛൻ പറഞ്ഞിട്ട് കേൾക്കാത്ത എന്തുകൊണ്ടെന്നറിയോ? എന്റെ അമ്മയ്ക്ക് കോംപ്ലക്സ് അടിക്കും. അതുകൊണ്ടാ. അറിയോ? മദ്യപാനം നിർത്തിയാ എങ്ങനെ അമ്മയ്ക്ക് കോംപ്ലക്സ് അടിക്കണ? എന്റെ അമ്മ ഞാൻ കുടി തുടങ്ങി അന്ന് മുതൽ പറഞ്ഞ മോനെ മദ്യപാനം നിർത്തറാന്ന്. ആ അമ്മ പറഞ്ഞിട്ട് ഞാൻ കേൾക്കാത്ത കാര്യം ഈ അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നിർത്തിയ കോംപ്ലക്സ് വന്ന് എന്റെ തള്ള ചത്തുപോകും. അതുകൊണ്ട് നിർത്താത്ത. എന്താണെങ്കിലും അച്ഛൻ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ വേണമെങ്കിൽ അച്ഛൻ പറഞ്ഞിട്ട് ഇനി കേട്ടില്ലെന്ന് വേണ്ട, ഞാൻ ദാനം ചെയ്യാൻ തയ്യാറാണ്. വെരി ഗുഡ്. വെരി ഗുഡ്. സൂപ്പർ. എന്താ ദാനം ചെയ്യാൻ പോണത്? ഞാൻ എന്ത് ഞാൻ ചെയ്യും? എന്ത് വേണം? ഞാൻ എന്ത് ഓക്കെ. ഞാൻ എന്റെ കണ്ണ് ദാനം ചെയ്യാ. ഞാൻ മരിച്ച തീർച്ചയായിട്ടും കണ്ണ് ഞാൻ ദാനം ചെയ്തിരിക്കും. ഐ ഷുഡ് ഐ സ്പോൺസർ. സൂപ്പർ. അങ്ങനെ ഒരു നല്ല ബുദ്ധി തോന്നിയില്ലോ. സന്തോഷം. അങ്ങനെ സന്തോഷം. എന്താണെങ്കിലും അച്ഛൻ അങ്ങനെ പറഞ്ഞോണ്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കും അച്ഛാ. കള്ളുകൂടിയാണെങ്കിലും അതെ, ഒരു നന്മ ഇയാളുടെ മനസ്സുണ്ടല്ലോ. അതെ. നേത്രദാനം മഹാദാനം. അതെ. ആര് ചിന്ത കൊടുത്തല്ലോ. ദൈവത്തിന് നന്ദി. തീർച്ചയായിട്ടും. അതെ. ചെറിയൊരു കാര്യമുണ്ട്. ഞാൻ സംഭവം കണ്ണ് ദാനം ചെയ്യും. ഈ ദാനം സ്വീകരിക്കുന്ന ആളില്ലേ, കണ്ണ് സ്വീകരിക്കുന്ന ആൾ, അയാളോടൊന്ന് പറഞ്ഞേക്കണം രാവിലെ രാവിലെ എഴുന്നേറ്റ് 2 അടിക്കണോന്ന്. അതെന്താ? ഈ 2 അടിച്ചാലേ കണ്ണ് തുറക്കോളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ എന്താണെങ്കിലും അച്ഛൻ വീട്ടിലേക്ക് വന്ന ആ മറ്റേ ബന്ധുക്കളെയൊക്കെ ഒന്ന് പ്രസംഗിച്ച് ഒന്ന് പറഞ്ഞു പറയണം കേട്ടോ. തീർച്ചയായിട്ടും. ഞാനത് അങ്ങോട്ട് പോവാ. ഞാൻ വീട്ടിൽ പോയിട്ട് ഞാൻ അച്ഛന് ചായയും കടിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാം. ഓക്കെ. മുപ്പച്ച ഒരുപാട് വിദേശ യാത്രകൾ നടത്തിയിട്ടുള്ളതാണ് അച്ഛൻ. അപ്പോ എത്ര രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ഏകദേശം? 42 രാജ്യങ്ങളിൽ ധ്യാനിപ്പിച്ചത്. എത്ര പാസ്പോർട്ട് ഉണ്ട് അച്ഛന്? 5 പാസ്പോർട്ട് ഇപ്പൊ നിറഞ്ഞിരിപ്പുണ്ട്. ഓ